നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 26-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വിക്രമശില സർവകലാശാലയുടെ സ്ഥാപകനായ പാലാരാജൻ. വിക്രമശില സർവകലാശാല സ്ഥാപകനായ പാലാരാജാവ് ആര്? ഉത്തരങ്ങൾ അവസാനത്തെ പേജിലാണ്. വിക്രമശില സർവകലാശാലയുടെ സ്ഥാപകനായ പാലാരാജാവ് ആര്? ഉത്തരം ധർമ്മപാലൻ. ധർമ്മപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ. കവിരാജമാർഗം രചിച്ച രാഷ്ട്രകൂട രാജാവ്. കവിരാജമാർഗം രചിച്ച രാഷ്ട്രകൂട രാജാവ്. ആൻസർ അമോഘവർഷൻ. അമോഘവർഷൻ. ദക്ഷിണ ഇന്ത്യയിലെ അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവാണ് അമോഘവർഷൻ. ദക്ഷിണ ഇന്ത്യയിലെ അശോകൻ എന്നും അമോഘവർഷൻ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. പാല രാജവംശത്തിലെ സ്ഥാപകൻ ആരായിരുന്നു? പാല രാജവംശത്തിലെ സ്ഥാപകൻ ആരായിരുന്നു? ആൻസർ ഗോപാലൻ. ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ. ലക്ഷ്മി ദേവിയുടെ ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയ മുസ്ലിം ഭരണാധികാരി. ലക്ഷ്മി ദേവിയുടെ ചിത്രം ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയ മുസ്ലിം ഭരണാധികാരി. ആൻസർ മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി. അടുത്ത ക്വസ്റ്റ്യൻ. എത്ര സുൽത്താൻ വംശങ്ങൾ ആണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്? എത്ര സുൽത്താൻ വംശങ്ങളാണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്? ആൻസർ 5. 5 സുൽത്താൻ വംശങ്ങളാണ് ഡൽഹി ഭരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം. ആൻസർ തുഗ്ലക് വംശം. തുഗ്ലക് വംശം. എന്നാൽ ഏറ്റവും കുറവ് ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം, ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഖിൽജി വംശം. ഖിൽജി വംശം. എന്നാൽ ഏറ്റവും അവസാനം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ലോധി വംശം. ഏറ്റവും അവസാനമായി ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ലോധി വംശം. ഇവിടെ 3 ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം തുഗ്ലക് വംശവും, ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഖിൽജി വംശവും, ഏറ്റവും അവസാനം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ലോധി വംശവും. അടുത്ത ക്വസ്റ്റ്യൻ. ലാഖ് ബക്ഷ് അഥവാ ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന അപരനാമം ഉണ്ടായിരുന്ന സുൽത്താൻ ആര്? ലാഖ് ബക്ഷ് അഥവാ ലക്ഷങ്ങൾ നൽകുന്നവൻ എന്ന അപരനാമം ഉണ്ടായിരുന്ന സുൽത്താൻ ആര്? ആൻസർ കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. നിലവിൽ വിക്രമശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണുള്ളത്? നിലവിൽ
വിക്രമശില സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണുള്ളത്? ആൻസർ ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രകൂട വംശം സ്ഥാപിച്ച ഭരണാധികാരി ആര്? രാഷ്ട്രകൂട വംശം സ്ഥാപിച്ച ഭരണാധികാരി ആര്? ആൻസർ ദന്തി ദുർഗൻ. ദന്തി ദുർഗൻ. അടുത്ത ക്വസ്റ്റ്യൻ, അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ? അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നോർക്കയുടെ ആസ്ഥാനം? നോർക്കയുടെ ആസ്ഥാനം. ആൻസർ തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശിംഗ നാട് എന്നറിയപ്പെട്ടിരുന്നത്? ദേശിംഗ നാട് എന്ന് അറിയപ്പെട്ടിരുന്നത്? ആൻസർ കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ആൻസർ ചിതറ. ചിതറ. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ എം.എൻ. ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എം.എൻ. ഗോവിന്ദൻ നായർ. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ചിതറയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം? പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം? ആൻസർ പുനലൂർ. പുനലൂർ. ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ് പുനലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ പൽപു നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം? ഡോക്ടർ പൽപു നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആൻസർ സഹോദര സംഘം. സഹോദര സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? ആൻസർ ഇ.എം.എസ്. ഇ.എം.എസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ആൻസർ 1936. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത്? ആൻസർ കെ.എം. പണിക്കർ. ഉത്തരങ്ങൾ: 1 ധർമ്മപാലൻ, 2 അമോഘ വർഷൻ, 3 ഗോപാലൻ, 4 മുഹമ്മദ് ഗോറി, 5 6 തുഗ്ലക്ക് വംശം, 7 കുത്തബുദ്ദീൻ ഐബക്ക്, 8 ബീഹാർ, 9 ദന്തി ദുർഗൻ, 10 തിരുവനന്തപുരം, 11 തിരുവനന്തപുരം, 12 കൊല്ലം, 13 ചിതറ, 14 പുനലൂർ, 15 തിരുവനന്തപുരം, 16 സഹോദര സംഘം, 17 ഇ.എം.എസ്, 18 ഗോപാലകൃഷ്ണ ഗോഖലെ, 19 1936, 20 കെ.എം. പണിക്കർ.
ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം. ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറക്കരുത്. നമസ്കാരം.